ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് ജിമ്മിൽ വന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ജിമ്മിൻ്റെ വേണ്ട ഐറ്റംസ് എല്ലാം ഓൾറെഡി ഉണ്ട്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിരിക്കും. ഫ്രിഡ്ജിനടിക്കുന്ന കാഫിനടിക്കുന്ന മെഷീൻസ് ഉണ്ട്. ആണ് ഒരാഴ്ച ജിമ്മ് ചെയ്തിട്ട് രണ്ടാമത്തെ ആഴ്ച പിന്നെ വരുന്നില്ല. ഇപ്പോഴത്തെ ഡംബിൾസ് എന്ന് വെച്ചാൽ മറ്റേ റബ്ബറിൻ്റെ ഡംബിൾസ് അല്ലയോ, റബ്ബർ. ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഗൈസ്, ഇപ്പം ഞാനുള്ളത് TKM കോളേജിലെ ജിമ്മിലാണ് കേട്ടോ. നമ്മൾ ജിമ്മെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ സെറ്റപ്പിലുള്ള ജിമ്മൊന്നുമല്ല. നമുക്ക് ആവശ്യത്തിന് വന്ന് വർക്കൗട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മിനിമം എന്ന് വെച്ചാൽ ഹൈടെക് മെഷീൻസ് ഒന്നുമല്ല. നമ്മൾ വേറെ ജിമ്മിലൊക്കെ പോകുന്നവരായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു മിനിമം നിങ്ങൾക്ക് ബോഡിയൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനും പിന്നെ സമയം കിട്ടുമ്പോൾ വന്നെടുക്കാനും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജിമ്മിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിരിക്കും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഏത് ടൈം, രാവിലെ ആയാലും അതോ വൈകിട്ടായാലും ഉച്ചയ്ക്കായാലും നിങ്ങൾക്ക് തുറന്നു വന്നിട്ട് ഇവിടെ വന്ന് ജിമ്മ് ചെയ്യാവുന്നതാണ്. ജിമ്മിൻ്റെ ചെറിയൊരു കാര്യങ്ങളെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന്. അത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ചെയ്യുന്ന മെഷീനാണ്. ഇത് നോർമലി ഇതിൽ വെച്ചിട്ട് നോർമലി ചെയ്യും കേട്ടോ. ഇത് ഒരുവിധം ഹൈടെക് മെഷീനാണ് എന്ന് വേണം, അത്രയും പറയുന്നില്ല, ഒരു ആവറേജ് വേണം യൂസ് ചെയ്യാം. കണ്ടോ, ഇത് ലെഗിനടിക്കുന്നില്ലോ, ഇത് ബാക്ക് സോറി ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിൽ അടിക്കില്ല. പഴയ മെഷീനാണ്ട് വലിയൊരു ഇതില്ല എനിക്ക്. പിന്നെ ലെഗിനടിക്കുന്ന മെഷീനുണ്ട്. അതുപോലെ തന്നെ ഇത് ലെഗിനടിക്കുന്ന മെഷീനല്ലേ കേട്ടോ. അത് ആ ഇരുന്നിട്ട് ചെയ്യുന്ന സാധനമായിരുന്നു അത്, ഇല്ലയോ. അതുപോലെ തന്നെ ലെഗിനടിക്കുന്ന കാഫിനടിക്കുന്ന മെഷീൻസ് ഉണ്ട്. ആണ് ഇത് ബൈസിനാണെങ്കിൽ ഇരുന്ന് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെസ്റ്റിന്, ബാക്കിന്, ഷോൾഡർ, അങ്ങനെയുള്ള എല്ലാം ഒരു ഇതാണ്. ഇതൊക്കെയാണ് മെഷീൻ. ഒരു ആവറേജ് മെഷീൻ വേണമെങ്കിൽ പറയാം, ആവറേജ് മെഷീൻ കണ്ടോ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഡംബിൾസൊക്കെ ഉണ്ടോ. നമ്മൾ ഇപ്പോഴത്തെ ഡംബിൾസ് എന്ന് വെച്ചാൽ മറ്റേ റബ്ബറിൻ്റെ ഡംബിൾസ് അല്ലയോ, റബ്ബർ. ഇതിൻ്റെ പണ്ടത്തെ ബോളിൻ്റെ പണ്ട് കാലത്ത് വന്ന് എന്നുവെച്ചാൽ എന്നാ TKM തുടങ്ങിയത്, ആ TKM തുടങ്ങിയ ടൈമിലാണ് സെറ്റപ്പ് ആക്കിയതാണ്. എന്ന് വെച്ചാൽ ഒരു എത്ര വർഷമൊക്കെ ആണോ ഒരു കോളേജ് തുടങ്ങിയിട്ട്? 30 വർഷമോ? 30, 10, 40 വർഷമായി തോന്നുന്നു. അത്രയ്ക്ക് പഴക്കമുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ പ്രൈസിനൊക്കെ അടിക്കുന്ന സാധനമൊക്കെ ഉണ്ടോ. അല്ല, ഈ മെഷീൻ കണ്ടാൽ അറിയാം നമുക്ക് കുറച്ച് പഴയതൊക്കെയാണെന്ന്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ഇവിടെ ഉണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുവിധം നല്ല സെറ്റപ്പാട്ടോ. നല്ല സെറ്റപ്പാണ്ടോ. ഇവിടെ എല്ലാം ഒരുവിധം നമുക്ക് ചെയ്ത് നിന്ന് വാമ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നോർമലി സപ്പോർട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ബാറും കാര്യങ്ങളും ആവശ്യത്തിനെല്ലാം ഒരു ജിമ്മിൻ്റെ വേണ്ട ഐറ്റംസ് എല്ലാം ഓൾറെഡി ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് പഴയ മെഷീൻസ് ആണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലപോലെ ബോഡി ഒന്ന് ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ TKMന് ജിമ്മ് മാത്രമല്ല, ഫുട്ബോൾ കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, പിന്നെ വോളിബോൾ കോർട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ പോകണമെങ്കിൽ പൈസ കൊടുത്ത് പോകേണ്ടി വരും. അത് കുറച്ച് അപ്പുറത്തായിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് ഇവിടെ ഗ്രൗണ്ടിൽ വന്ന് ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, പിന്നെ ഹാൻഡ് ബോൾ കളിക്കാം, അങ്ങനെ കുറേ ഷട്ടിൽ കളിക്കാം. ഷട്ടിലൊക്കെ ആണെങ്കിൽ അകത്ത് കളിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. അതുപോലെ തന്നെ ഇവിടെ ബോക്സിംഗ് ഉണ്ടോടാ. ബോക്സിംഗ് ഇല്ല. പിന്നെ അത്രയ്ക്കും വലിയ ഹൈടെക് മെഷീൻസും ജിമ്മും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി തന്നെ പഠിക്കാം. ഇവിടെ അടുത്ത് തന്നെ കരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട് പുതിയ ജിമ്മും അതുപോലെ നല്ല മെഷീൻസും അവിടെ ബോക്സിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടുതൽ പേരും നല്ലപോലെ ബോഡി ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുള്ള ചിന്തയിൽ കുറേ പേര് കണ്ടല്ലോ. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുറേ പേര് ജിമ്മിൽ വരും, വന്നു കഴിഞ്ഞിട്ടോ ഒരാഴ്ച ജിമ്മ് ചെയ്തിട്ട് രണ്ടാമത്തെ ആഴ്ച പിന്നെ വരുന്നില്ല, മടി പിടിച്ച് വീട്ടിലിരിക്കും. അതാണ് കുറച്ച് പേരുടെ ഒരു കഴപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസം വന്നിട്ട് കാര്യമില്ല. കൂടിപ്പോൾ 1 വർഷമെങ്കിലും കണ്ടിന്യൂസ് വന്നാലേ ഒരു ബൾക്കിംഗ് ആയിട്ട് കുറച്ച് ബോഡിയൊക്കെ സെറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ആകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ജിമ്മിൽ വന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ജസ്റ്റ് കട്ടിങ്സ് ഒക്കെ വരും. പിന്നെ ഫാറ്റ് ഉള്ള ആളാണെങ്കിൽ ഫാറ്റ് കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നു. ഇപ്പം കുറച്ച് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം പോകാതിരുന്നത്. ഇതിലും ഇച്ചിരി ഹൈടെക് മെഷീൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ. പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഫുഡ് കഴിക്കണം. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊന്നും വലിയ ഫുഡ് കിട്ടത്തില്ല. നോർമലി കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഫുഡേ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് വലിയ പ്രോട്ടീൻ ഒന്നും അല്ല. നോർമലി ജിമ്മിൽ വരുന്നവർ ഒരു ദിവസം ഇത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം, കുറച്ച് ഫുഡിൻ്റെ കുറച്ച് ഡയറ്റ് എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. എന്നുവെച്ചാൽ കോളേജിൽ വന്ന് ജിമ്മ് ചെയ്യാനും അതുപോലെ പിന്നെ ഒരു ആവേശത്തിന് മണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ വരും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പം ആൾ ഫ്ലാറ്റ് ആവും, പിന്നെ വരുത്തുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ TKM കോളേജ് വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജിമ്മ് ചെയ്യാൻ പറ്റും. വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വന്ന് ചെയ്യാം. ആർക്കും വേണമെങ്കിൽ ഇവിടെ കയറി വരാം. ഫ്രീ ആണ്. ഫ്രീ എൻട്രി ജിമ്മിലേക്ക് ഫ്രീ എൻട്രിയാണ്. ആർക്കും വന്ന് കയറാം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ ജിമ്മിലെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. ഞാനും ആദ്യമായിട്ടാണ് ഒന്ന് ജിമ്മിൽ കയറുന്നത്.
ഇത്ര നാളായിട്ട് ജസ്റ്റ് പുറത്ത് നിന്ന് കണ്ടതേ ഉള്ളൂ. ഇപ്പോഴാണ് ജിമ്മിൽ കയറുന്നത്. ആ ഇവിടുത്തെ ജിമ്മിൽ അങ്ങനെ ചെയ്തിട്ടില്ല നോർമലി. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. ഹോസ്റ്റലിൽ ആ ടൈമൊക്കെ അനുസരിച്ച് ഇവിടെ വന്നിട്ട് ജിമ്മിലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ജിമ്മിലെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് കുറച്ച് ഹൈടെക് ആയിട്ട് കുറച്ച് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ കുറച്ച് ലാഗായിട്ടൊക്കെയാണ് പോകുന്നത്. എല്ലാം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വ്ളോഗ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.